എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ 1969 ഒക്ടോബർ 10 സലിംകുമാറിന്റെ ജനനം. സഹോദരൻ അയ്യപ്പന്റെ കടുത്ത അനുയായിയായിരുന്ന ജാതിബോധത്തെ എതിർത്തിരുന്ന ഗംഗാധരൻ തന്റെ ഇളയ മകനായി കാത്തുവെച്ചിരുന്ന പേര് സലിം എന്നായിരുന്നു. ആ പേരിൽ ഒരു മനുഷ്യനെ കാണണം. മതമോ ജാതിയോ തിരിച്ചറിയാത്ത പേരായിരിക്കണം മകന് എന്ന് അയാൾ കരുതി. എന്നാൽ സലിംകുമാർ ആയതിനെ അദ്ദേഹം തന്നെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. സ്കൂളിൽ ചേർത്ത സമയം ടീച്ചർമാർക്കെല്ലാം ഒരേ ഒരു ആശങ്ക, സലിം എന്നത് ഒരു മുസ്ലിം കുട്ടിയുടെ പേരല്ലേ, അതുകൊണ്ട് ഒരു കുമാർ കൂടെ ചേർക്കാമെന്ന് അവർ തീരുമാനിച്ചു. സ്കൂളിൽ ചേരും വരെ താനൊരു മുസ്ലിം ആയിരുന്നുവെന്നും സ്കൂളിൽ ചേർന്നതോടെ ഒരു വിശാല ഹിന്ദു ആയെന്നുമാണ് പിൽക്കാലത്ത് തമാശ രൂപേണ സലിംകുമാർ പറഞ്ഞു വെച്ചത്. കാർഷിക പാരമ്പര്യങ്ങളുള്ള വടക്കൻ പറവൂരിന്റെ ഗ്രാമീണ വഴികളിൽ കളിച്ചു വളർന്ന ആ കൊച്ചു പയ്യന് കൂട്ടത്തിലുള്ളവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള തനതായ കഴിവുണ്ടായിരുന്നു. അമ്മ കൗസല്യയുടെ അപാര ഹ്യൂമർ സെൻസ് കിട്ടിയിട്ടുള്ളത് ആ ഇളയ മോനാണെന്ന് അന്ന് എല്ലാവരും പറഞ്ഞു. ഇതിനിടയിൽ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അനുകരണ വാസന ഇടയ്ക്കിടെ പുറത്തു വന്നപ്പോഴാണ് അക്കാലത്ത് കൂടുതൽ പ്രസിദ്ധി ആർജിച്ചു വന്ന മിമിക്രി എന്ന കലാരൂപം തനിക്കും വഴങ്ങുമെന്ന് സലിം മനസ്സിലാക്കുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും ജീവിത യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി മലയാള സിനിമയുടെ ഉയരങ്ങളിലേക്ക് നടന്നുകയറിയ ചെറുപ്പക്കാരൻ. 300-ലേറെ സിനിമകൾ, സമാനതകളില്ലാത്ത കഥാപാത്രങ്ങൾ, 3 പതിറ്റാണ്ടുകാലം അയാൾ മലയാള സിനിമയിൽ വിലസി. സലിംകുമാറിന്റെ ഉദ്വേഗജനകമായ ജീവിതം കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.